ഹായ് പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു മുസ്ലിം പെണ്ണ് മതം ഉപേക്ഷിച്ചാൽ, അതല്ലെങ്കിൽ ഒരു മുസ്ലിം പെണ്ണ് യുക്തിവാദിയായാൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ നിന്ന് അവൾ അഭിമുഖീകരിക്കേണ്ടി വരിക? ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഞാൻ പറയാം. ഞാനിത് പറയാനുള്ള കാരണമുണ്ട്. എന്നെ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ സമീപിക്കാറുണ്ട്. എൻ്റെ മെയിലിൽ വരാറുണ്ട്, മെസ്സഞ്ചറിൽ കയറി വരാറുണ്ട്, വാട്സാപ്പിൽ കയറി വരാറുണ്ട്, എന്നെ വിളിക്കാൻ ശ്രമിക്കാറുണ്ട്. എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ടാൽ ഉടനെ എന്നോടിങ്ങനെ ഒരുപാട് പരിഭവങ്ങൾ പറയാറുണ്ട്. ആകുലതകൾ ഞാനുമായി അവർ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ അവർ പങ്കുവയ്ക്കുന്ന ആകുലതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു മുസ്ലിം പെണ്ണ് യുക്തിവാദിയായാൽ ഇത്രയധികം പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ. ആദ്യം അവരെ ചാപ്പ കുത്തുന്നത് അവൾ പിഴച്ചവളാണ് എന്നായിരിക്കും. കാരണം അവൾക്ക് തോന്നിയതുപോലെ ജീവിക്കണമെങ്കിൽ, അവൾക്ക് ആരുടെ കൂടെയും പോയി ഉല്ലസിച്ച് ആർഭാടമായി ഒരു നിയന്ത്രണവുമില്ലാതെ ജീവിക്കണമെങ്കിൽ അവൾക്ക് മതം ഒരു വിലങ്ങുതടിയാണ് എന്നായിരിക്കും. അങ്ങനെ മതത്തിൻ്റെ പേരിലാണ് മനുഷ്യൻ മാന്യതയോടുകൂടി സമൂഹത്തിൽ ജീവിക്കുന്നതെങ്കിൽ മതത്തിൽപ്പെട്ട ഒരാൾക്കും അനാവശ്യമായ ഒന്നും സംഭവിക്കരുത്. ഇപ്പോൾ ഒരു കുഞ്ഞിനെ ബലി നൽകിയ സംഭവം കണ്ടവരാണ് നമ്മൾ. ഇനി അത് ഒരു അന്യമതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണാണ് ഒരു ദേവനെയോ ദേവിയെയോ സ്വപ്നം കണ്ട് അങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ സംഭവിക്കുമായിരുന്നു. ഒരു മുസ്ലിം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്കെപ്പോഴും സമൂഹം, അവളുടെ കുടുംബം, അവളുടെ മേൽ ഇട്ടുകൊടുക്കുന്ന പ്രധാനമായ ഒരു അടിമത്വ മനോഭാവമുണ്ട്. ജനിക്കുന്നത് മുതൽ തന്നെ പെണ്ണാണെങ്കിൽ കാലിൻ്റെ മുകളിൽ കാല് വെച്ചിരിക്കരുത്, ഉമ്മറത്ത് വരാൻ പാടില്ല, മൂളിപ്പാട്ട് പാടാൻ പാടില്ല, ഉറക്ക സംസാരിക്കാൻ പാടില്ല, ഉറക്ക ചിരിക്കാൻ പാടില്ല. അങ്ങനെ അവളുടെ മേൽ ഒരുപാട് അരുതായ്മകളുണ്ട്. ഇവൾ യുക്തിഭദ്രമായി ചിന്തിച്ചു തുടങ്ങുന്ന കാലം സംജാതമായാൽ അവൾ എന്തുകൊണ്ട് എനിക്ക് പാടില്ല, എന്നോട് മാത്രം എന്തുകൊണ്ട്, എന്തിന് ഞാൻ മാത്രം, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവളിൽ ഉയർന്നു വരും. അപ്പം ആ ചോദ്യങ്ങൾ എതിർഭാഗത്തിന് വലിയൊരു വിമർശനമായി മാറും. ഞാൻ പഠിച്ചത് അറബി കോളേജിലാണ്. ഖുർആനും ഹദീസും പഠിപ്പിച്ചു. അതിലൊരുപാട് സംശയങ്ങൾ എനിക്ക് തോന്നുകയും അതിനെക്കുറിച്ച് ആധികാരികമായി പല ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിക്കുകയും വായിക്കുകയും സത്യസന്ധമായി സ്വന്തമായി ഒരു ഗവേഷണം ചെയ്യുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ അന്ധകാരവും അന്ധവിശ്വാസവും ഇതിൽ ഒന്ന് ബുദ്ധിശൂന്യതയും യുക്തിശൂന്യതയും ഒക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ട പലതുമുണ്ട്. യുക്തിവാദി ആയതിനു ശേഷം അതൊക്കെ ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ആ അരുതായ്മകളിൽ നിന്ന് എന്തുകൊണ്ട് എനിക്ക് പാടില്ല എന്ന ചിന്തയിലേക്ക് എന്നെ കൊണ്ടുവന്നത് യുക്തിവാദമാണ്. യുക്തിവാദി ആയതിനു ശേഷമാണ് ഞാൻ ഒരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങിയത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ, മാനുഷികമായ വികാരങ്ങളെ ഉൾക്കൊള്ളാൻ, അവരുടെ പ്രയാസങ്ങളെ, അവരുടെ സങ്കടങ്ങളെ, അവരുടെ സന്തോഷങ്ങളെ ഒക്കെ പരസ്പരം ജാതിയുടെ, മതത്തിൻ്റെ, സമ്പത്തിൻ്റെ, വെളുത്തവൻ കറുത്തവൻ സങ്കടം, അങ്ങനെ യാതൊരുവിധമായ അതിർവരമ്പുകളുമില്ലാതെ അത്തരത്തിൽ മനുഷ്യനെ സമാന ചിന്താഗതിക്കാരായി ചിന്തിക്കാൻ തുടങ്ങിയത് തന്നെ ഒരു യുക്തിവാദിയായതിനു ശേഷമാണ്. അന്ന് ഞാൻ മതവിശ്വാസിയായിരുന്ന സമയത്ത് ഒരുപാട് സ്ഥാപനങ്ങളിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. സുന്നി സ്ഥാപനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി സ്ഥാപനങ്ങൾ, മുജാഹിദിൻ്റെ സ്ഥാപനങ്ങൾ, ഈ വിഭാഗത്തിനൊക്കെ, തൗഹീദ് ജമാഅത്ത് ഉൾപ്പെടെ ഈ വിഭാഗത്തിനൊക്കെ ഞാൻ ക്ലാസ് എടുക്കുകയും ചെയ്തിരുന്നു. ആ സമയത്തൊന്നും എന്നോട് ഇവർക്കാർക്കും, ഈ സംഘടനാ സുഹൃത്തുക്കൾക്കാർക്കും ഒരു തരത്തിലുള്ള അനിഷ്ടവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് വ്യതിരിക്തമായി ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോഴേക്ക് എന്നെക്കുറിച്ച് ഒരുപാട് അപരാധങ്ങൾ, ഒരു പെണ്ണ് മതത്തിനെതിരെ, മത പൗരോഹിത്യത്തിനെതിരെ സംസാരിച്ചു തുടങ്ങിയാൽ, ശബ്ദമുയർത്തി തുടങ്ങിയാൽ ഉടനെ തന്നെ ആദ്യം അവൾക്ക് കിട്ടുന്ന റിവാർഡ് പിഴച്ചവൾ എന്ന പദമായിരിക്കും. പിഴച്ചവൾ എന്ന പേരും പേറിയാണ് പിന്നീട് നമ്മൾ ജീവിക്കേണ്ടി വരിക. ഈമാൻ കാര്യങ്ങളിൽ ആറാമതൊരുന്നുണ്ട്.
നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആണ് ജാമിദായെ നിരീശ്വരവാദിയാക്കിയത്, ജബ്ബാർ മാഷെ നിരീശ്വരവാദിയാക്കിയത് അള്ളാഹു ആണ് എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ അവിടെ. അങ്ങനെ ആദ്യം മതത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിച്ചു തുടങ്ങി. മതത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും മതത്തിൽ കൂട്ടിച്ചേർക്കുന്നതായും പൊതുവായ പല കാര്യങ്ങളിലും അനാവശ്യമായി മതം ഇടപെടുന്നതായും എനിക്ക് ഫീൽ ചെയ്തു. അതിനെതിരെ ശബ്ദിക്കേണ്ടി വന്നു പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും. വളരെ കർക്കശമായി ചില സന്ദർഭങ്ങളിൽ പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട്. പലരുടെയും കഴുത്തിന് പിടിക്കേണ്ടി വന്നിട്ടുണ്ട്, കോളറിന് പിടിച്ച് പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. അങ്ങനെ മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഭ്രഷ്ടുകൾ എനിക്കെതിരെ വന്നു. ആദ്യം സഹോദരങ്ങളിൽ നിന്നും പലതരത്തിലുള്ള എതിർപ്പുകൾ. അങ്ങനെ ചുരുക്കത്തിൽ പലർക്കും പല കാര്യങ്ങളും അറിയുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും വിശദീകരിച്ചു പോകുന്നില്ല. ഒരു യുക്തിവാദിയാകാൻ തയ്യാറെടുക്കുമ്പോൾ അപാരമായ സഹനശക്തി ഉണ്ടാകണം ഒന്നാമതായി. 2, താൻ ചെയ്യുന്നത് 100% ശരിയാണ് എന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. ഞാൻ ശരിയാണ് എന്ന്, ലോകം മുഴുവനും തെറ്റാണ് നമ്മളെന്ന് പറഞ്ഞാലും നമ്മളുടെ വിചാരണ കോടതിയിൽ നമ്മൾ ശരിയാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടുന്ന തെളിവുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ലോകം മുഴുവനും പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമില്ല, എൻ്റെ ശരികളാണ് എൻ്റെ ശരികൾ എന്നതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കി ആകുലപ്പെട്ട് നടക്കേണ്ടവരല്ല നമ്മൾ. അപ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, എനിക്കത് കേൾക്കണ്ട എന്ന് തീരുമാനിച്ചു നോക്കൂ, എന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെ നിൽക്കും നമ്മളെക്കുറിച്ചുള്ള ഇത്തരം കിംവദന്തികൾ, കേട്ടുകേൾവികൾ. അവർ നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ വീണ്ടും നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്, അയ്യോ ഇനി എന്തായിരിക്കും അവർ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുക. അതേപോലും ആദ്യത്തെ ഒരു വാചകം പറയുമ്പോൾ തന്നെ എന്നെക്കുറിച്ച് ആര് നിന്നോട് എന്ത് പറഞ്ഞാലും എനിക്കത് കേൾക്കണ്ട എന്ന് കരുതി ചെവിയൊന്ന് അടച്ചു നോക്കൂ. പിന്നീടുണ്ടാകില്ല ഇത്തരം ജൽപ്പനങ്ങളൊന്നും തന്നെ. ഇത്തരം നമ്മളെ അധൈര്യപ്പെടുത്തലുകൾ പിന്നീടുണ്ടാകില്ല. ഈ പിൻവിളികൾ പിന്നീടുണ്ടാകില്ല. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഗഡ്സ് ഉള്ള ആളാണ്, അതുകൊണ്ട് ഏതു തരത്തിലുള്ള പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നു. അങ്ങനെ ആദ്യമായി കുടുംബത്തിൽ നിന്നും എനിക്ക് പടിയിറങ്ങേണ്ടി വന്നു. മക്കൾ ജനിച്ചതു മുതൽ എൻ്റെ മക്കളുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും എല്ലാ ബാധ്യതകളും ഞാൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. എൻ്റെ കുടുംബത്തിൽ അതുകൊണ്ട് എനിക്ക് ശബ്ദമുയർത്താൻ സാധിച്ചിരുന്നു. അന്നും ഇന്നും എന്നും അടിമ ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന ആളെയല്ല ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് എൻ്റെ ശരികളിലൂടെയായിരുന്നു, ഞാൻ വെട്ടിയ വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. മറ്റൊരാൾ ഇങ്ങനെ സ്ക്രൂ തന്ന് പിരികേറ്റി വിടുന്ന ഒരാളായിരുന്നില്ല അന്നും ഇന്നും എന്നും ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആദ്യമായി യുക്തിവാദത്തിലേക്ക് ചിന്തിക്കുന്ന ഒരു യുക്തിവാദിയായി ഡിക്ലെയർ ചെയ്താൽ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കുടുംബം നമ്മളിൽ നിന്നും അകന്നു പോകും. നമ്മൾ അടുക്കാൻ ശ്രമിച്ചാലും നമ്മളെ വല്ലാത്തൊരു ക്ഷുദ്രജീവിയെ പോലെ കാണാനും വേണ്ടി വന്നാൽ തല്ലിക്കൊല്ലാനും ഇവർ മടിക്കില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ അസ്തിത്വമാണ്. സ്വന്തമായി ഒരു ജോലിയോ ഒരു വരുമാനമോ ഉള്ള ഒരാളെ ഒരാൾക്കും തോൽപ്പിക്കാനാവില്ല. കാരണം അവരെ ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. അത്തരത്തിൽ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഉയരേണ്ടതുണ്ട്. അങ്ങനെ കുടുംബം നഷ്ടപ്പെട്ടു. പിന്നീട് ഈ മതത്തിനെതിരെ ഒരുപാട് ലേഖനങ്ങൾ എഴുതാൻ ഞാൻ നിർബന്ധിതയായി. ആദ്യമായി എഴുതിയത് ഈ ഹദീസുകൾ ആർക്കു വേണ്ടി എന്ന് തുടങ്ങിയ ചില ഹദീസുകൾ അടർത്തിയെടുത്തു. ആ ഹദീസുകൾ ഇത് പ്രവാചകൻ പറഞ്ഞതാണോ, ഇന്ന ഗ്രന്ഥങ്ങളിൽ ഉണ്ടല്ലോ. പിന്നീട് ഹദീസുകൾ എഴുതി വെച്ച ഇസ്ലാമിൻ്റെ 5 ഹദീസ് ഗ്രന്ഥകർത്താക്കളുണ്ട്. അസ്സിഹാഹു സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന 6 ഗ്രന്ഥങ്ങൾ. ഈ 6 ഗ്രന്ഥങ്ങളുടെയും രചയിതാക്കളെ കുറിച്ച് പഠിച്ചപ്പോൾ ഇതൊരു ഡാർക്ക് ഏജിലാണ് വന്നു നിന്നത്. കാരണം ഇവർ ലക്ഷക്കണക്കിന് ഹദീസുകൾ സ്വീകരിച്ചു. ആരിൽ നിന്ന് സ്വീകരിച്ചു? എവിടെ നിന്ന് സ്വീകരിച്ചു? ആരാണിത് സാക്ഷ്യപ്പെടുത്തിയത്? ഒന്നിനും എനിക്ക് ഉത്തരങ്ങൾ ലഭിച്ചതേയില്ല. ഇനിയും ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നു, ആരിൽ നിന്നാണെങ്കിലും ശരി.
ഇമാം ബുഖാരിയുടേതാണ് ഒന്നാമത്തെ ഹദീസ് ഗ്രന്ഥം. അതാണ് സ്വഹീഹുൽ ബുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ബുഖാരി എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ കേട്ടു, പ്രവാചകൻ ചെയ്തു, പ്രവാചകൻ അംഗീകാരം നൽകി എന്ന രൂപത്തിൽ എഴുതി പിടിപ്പിച്ച ഏതെങ്കിലും വസ്തുതകൾ പ്രവാചകൻ പറഞ്ഞതാണ് എന്ന് ഈ ബുഖാരി ഇമാമിന് ഉറപ്പുണ്ടോ? 100%. 100% ഉറപ്പുണ്ടെങ്കിലല്ലേ ഒരു ഗ്രന്ഥരൂപത്തിൽ അത് വരാൻ പാടുള്ളൂ. നബിയുടെ ഏതെങ്കിലും ഒരു അനുചരൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസെങ്കിലും കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആ വെല്ലുവിളി 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉയർത്തിയതായിരുന്നു. ഇന്നും അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. അല്ലെങ്കിലും ഞമ്മൻ്റെ ആൾക്കാർക്ക് മറുപടി പറഞ്ഞ ശീലമില്ലല്ലോ. അനാവശ്യങ്ങൾ പറഞ്ഞല്ലേ നമുക്ക് ശീലം, ചാപ്പകുത്തിയല്ലേ നമുക്ക് ശീലം, അപഹാസ്യർ സ്വയമായിട്ടില്ലേ നമുക്ക് ശീലം. അതുകൊണ്ട് അതിന് ഉത്തരമില്ല. അതായത് നബി പറഞ്ഞു, നബിയുടെ ഒരു അനുചരൻ കേട്ടു, അവരിൽ നിന്നും വേറൊരു അനുചരൻ കേട്ടു, അവരിൽ നിന്നും വേറൊരു പിന്തുടർച്ചക്കാർ കേട്ടു, അവരിൽ നിന്നും താബിഉകൾ കേട്ടു. അങ്ങനെ വന്ന് ഏതാണ്ട് 20ഓളം ആൾക്കാരുണ്ടാകും. പ്രവാചകൻ പറഞ്ഞ ഒരു വസ്തുത നമുക്കൊന്ന് പരിശോധിക്കണമെങ്കിൽ ശരിയാണോ എന്ന് സ്ഥാപിക്കാൻ. പ്രവാചകൻ പറഞ്ഞു, അവർ കേട്ടു, അവർ പറഞ്ഞു, ഇവർ കേട്ടു, ഇവർ പറഞ്ഞു, ലവര് കേട്ടു, ലവര് പറഞ്ഞു, മറ്റവർ കേട്ടു. ഇങ്ങനെ പോകുന്നു ഹദീസുകളുടെ എണ്ണങ്ങൾ. അത്തരത്തിൽ എഴുതപ്പെട്ട ഹദീസുകളെ വിമർശിച്ചപ്പോൾ ഞാൻ ഭ്രഷ്ടുകാരിയായി. അന്ന് ഞാൻ സ്ഥലങ്ങളൊക്കെ ഏതാണ്ട് ഞാനങ്ങ് മറന്നുപോയിട്ടുണ്ട്. പാച്ചല്ലൂര്, തിരുവനന്തപുരം ജില്ലയിലെ ഏതാണ്ട് കോവളം ഭാഗമാണ്. കോവളം ഭാഗമാണ്. അപ്പോൾ അവിടെ അതിനടുത്ത് അത്രയും പോണ്ട വണ്ടിത്തടം, അവിടെ പാച്ചല്ലൂര് ഒരു നഴ്സറിയിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. സിറ്റി നഴ്സറി സ്കൂൾ എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. അവിടെ എല്ലാ ദിവസവും ശനിയാഴ്ച ദിവസം വൈകുന്നേരം എനിക്ക് കുറേ അധികം സ്ത്രീകളായ ഏരിയയിലുണ്ടാകും. കുറേ അധികം എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു 50-60 പേരിൽ കുറയാത്ത ആൾക്കാർ അവിടെ ഉണ്ടാകും. അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കും. അങ്ങനെ ക്ലാസ് എടുത്തപ്പോഴേക്ക് ബാങ്കിന് പറയുന്ന മറുപടികൾക്ക് ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. അർത്ഥം കേട്ടപ്പോൾ അവരാകെ അങ്കലാപ്പിലായി. കാരണം ഹയ്യ അല സ്വലാത്ത്, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന മറുപടി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, പടച്ചോനെ നിനക്കാണ് എല്ലാ കഴിവും, ഞങ്ങൾക്കൊരു കഴിവുമില്ല എന്ന് പറയുമ്പോൾ പടച്ചോനെ നീ അങ്ങ് പോയി നിസ്കരിച്ചോ എന്നാണോ ഇതിൻ്റെ അർത്ഥം. പിന്നെ ആമീൻ എന്ന പദം അറബിയല്ല. ഈ 2 കാര്യങ്ങളും ഞാൻ അന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തി. ഒരുപാട് ആൾക്കാർ അന്ന് ഓഡിയോ രൂപത്തിൽ റെക്കോർഡ് ചെയ്യും. അന്ന് ഇത്തരം വീഡിയോ സംവിധാനങ്ങളൊന്നും ഒരുപാട് സുലഭമായി താഴേക്കിടയിലേക്കുള്ള ആൾക്കാരിലേക്ക് ഇറങ്ങി വന്നിരുന്നില്ല. അങ്ങനെ ഇവർ റെക്കോർഡ് ചെയ്ത് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇട്ടു. പല ആൾക്കാരും വിളിക്കാൻ തുടങ്ങി, ചർച്ച ചെയ്യാൻ തുടങ്ങി, വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു 3-4 SDPI സുഹൃത്തുക്കൾ എൻ്റെ വീട് അന്വേഷിച്ച് വരികയും ഞാൻ ജൂതന്മാരിൽ നിന്നും പണം പറ്റി ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളാണ് എന്നൊക്കെ ആരോപിക്കുകയും ചെയ്തു. അപ്പോൾ SDPIക്കാരെ പൊതുവെ ആൾക്കാർ ഭയത്തോടുകൂടിയാണ് കാണുന്നത്. കാരണം അവർ പകൽ പട്ടിയെ വെട്ടി ശീലിക്കുകയും രാത്രി മനുഷ്യനെ വെട്ടി ശീലിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് പൊതുവെയുള്ള ഒരു രീതി. മറ്റുള്ളവരെ പീഡിപ്പിക്കുക, കത്തി കാട്ടി പീഡിപ്പിക്കുക, അതൊക്കെ ഏതാണ്ട് അവരുടെ മുഖമുദ്രയാണ്. അതൊക്കെയാണ് അവരെ മറ്റുള്ള സംഘടനകളിൽ നിന്നും സമാധാന മതക്കാരൻ്റെ സംഘടനയിലേക്ക് സ്ഥായി ഭാവം അവർക്ക് നൽകുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നീട് എനിക്ക് ആ നാട് ഉപേക്ഷിക്കേണ്ടി വന്നു. ആ നാട് ഉപേക്ഷിച്ചതിൽ പിന്നീട് ഞാൻ എത്തിയത് വേറൊരിടത്ത്, അവിടെ സ്വൈരമില്ലാതെ വന്നപ്പോൾ വേറൊരിടത്ത്, അങ്ങനെ പല സ്ഥലങ്ങളിലായി മാറേണ്ടി വന്നു. ഒരു മുസ്ലിം പെണ്ണ് യുക്തിവാദിയായാൽ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം സമൂഹത്തിലെ ഇസ്ലാമിക സംഘടനാ നേതാക്കളിൽ നിന്നുമുള്ള ഭീഷണികളാണ്, വധഭീഷണികളാണ്. നമ്മളെ ഇല്ലാതാക്കിക്കളയും, ചുട്ടുകളയും, കൊന്നുകളയും, വെട്ടിക്കളയും, പീസാക്കിക്കളയും, പിന്നീട് ലോകത്തെങ്ങും നിന്റെ ഒരു പൊടി പോലും കിട്ടത്തില്ല എന്നൊക്കെയുള്ള രൂപത്തിൽ ഒരുപാട് ഭീഷണികൾ നമുക്ക് പിന്നീട് അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നെ വിടാതെ ഇവർ പിടികൂടുന്നത്? അല്ലെങ്കിൽ ആ സമയത്തു തന്നെ ഞാനുമായി ഇവർക്കൊരു ചർച്ചയ്ക്ക് തയ്യാറാകാമായിരുന്നു. ഇത്രയ്ക്കും അന്ന് ഞാൻ മനസ്സിലാക്കി അതിൻ്റെ ഉത്തരങ്ങൾ ഇവർക്ക് എന്നെ കൺവിൻസ് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. അന്നും ഇവർ ശ്രമിച്ചത് എന്നെ ഉന്മൂലനം ചെയ്യാനായിരുന്നു, എന്നെ കൊല്ലാനായിരുന്നു അവർ ശ്രമിച്ചത്. അങ്ങനെ ഒരു പെണ്ണാണ് എതിർഭാഗത്ത് എന്നുള്ളത് കൊണ്ടാണ് അത് കഴിഞ്ഞാൽ അപരാധങ്ങൾ തൊടുത്തുവിടാൻ തുടങ്ങും. അനാവശ്യമായ അപരാധങ്ങൾ, അതായത് നമ്മൾക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത ഇങ്ങേയറ്റം എൻ്റെ ഉമ്മ അധ്യാപികയായിരുന്നു എന്നുവരേക്കുമുള്ള വീഡിയോകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. എൻ്റെ ഉമ്മ സ്കൂളിൻ്റെ മുറ്റം കണ്ടിട്ടുള്ള ഒരാളല്ല, വിദ്യാഭ്യാസമുള്ള ആളേ അല്ല. അങ്ങനെ തുടങ്ങി
ഒരുപാട് അപരാധങ്ങൾ പറഞ്ഞു പരത്താൻ തുടങ്ങും. ഇനിയും യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യനും ഒരുപോലെ തന്നെയാണ്. എൻ്റെ സഹോദരങ്ങളെ, സഹോദരങ്ങളുടെ മക്കളെ, അവരുടെ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, കുടുംബക്കാരെ ഒക്കെ ഇന്നും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ ഈ മതം നിറച്ച അന്ധവിശ്വാസവും അന്ധകാരവും കാരണം ഈ ഭ്രഷ്ടുണ്ടല്ലോ, അന്യമതസ്ഥിനോട് അങ്ങനെ പെരുമാറണം, ഇങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള ഈ അന്ധത കാരണം അവർ ഇന്നും എന്നെ ഒരു ശത്രുവായി കാണുന്നു. അതെൻ്റെ കുഴപ്പമല്ല. നിങ്ങളുടെ മതം നിങ്ങളിൽ ഇൻജെക്റ്റ് ചെയ്ത വിഷം കാരണമാണ്. കാരണം എൻ്റെ സഹോദരങ്ങളുടെ മക്കൾ ഇപ്പോഴും പറയും, കൊച്ചുമ്മ പഴയതുപോലെ തന്നെ വിശ്വാസിയായി തിരിച്ചു വന്നാൽ ഞങ്ങൾ അംഗീകരിക്കാം. ഇപ്പോൾ തുറന്നു പറയട്ടെ, അങ്ങനെയുള്ള അംഗീകാരം എനിക്ക് ആവശ്യമേ ഇല്ല. ബാല്യത്തിൽ ഇല്ലാത്തത് എന്തിനാണ് കൗമാരത്തിൽ എന്ന് പറയുന്നത് പോലെ എൻ്റെ ഒരു വീഴ്ച സമയത്ത്, ഞാൻ ഒറ്റപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ എനിക്കൊരു താങ്ങ് തരാൻ എൻ്റെ സഹോദരങ്ങൾക്ക് തയ്യാറായില്ലെങ്കിൽ, എൻ്റെ സഹോദരങ്ങൾക്ക് അങ്ങനെ ഒരു സന്മനസ്സുണ്ടായിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇന്ന് എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത്തരം ബന്ധങ്ങളുടെ പിന്നാലെ പോയാൽ പിന്നെ എന്നെ എങ്ങനെയാണ് ഒരു യുക്തിവാദി എന്ന് പറയാൻ സാധിക്കുക? അതുകൊണ്ട് എന്നെ ഈ നിലയിൽ തന്നെ ഒരു യുക്തിവാദി, ഒരു മതവിമർശക, ഒരു മതനിരാസം പ്രവർത്തിക്കുന്ന വ്യക്തി, മതത്തിനെതിരെ ഇങ്ങനെ നിരന്തരം വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലാതെ ഒരു അനിയത്തി, ഒരു പെങ്ങൾ, ഒരു സഹോദരി എന്ന രൂപത്തിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ഏത് കാലത്താണോ സാധിക്കുന്നത് ആ കാലത്തും മതി. ഇനി സാധിച്ചില്ലേ അതെനിക്ക് വേണ്ട. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു യുക്തിവാദിയായപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു എൻ്റെ വേഷം. ആദ്യം ഞാൻ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിലായിരിക്കുമ്പോൾ കറുത്ത പർദ്ദയും കറുത്ത മക്കനയുമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കളർ ഷാളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി, പർദ്ദ തന്നെ. അതിനുശേഷം ഫുൾ സ്ലീവ് ചുരിദാറും ഷാളും ഉപയോഗിക്കാൻ തുടങ്ങി. അതൊക്കെ എൻ്റെ പരിണാമങ്ങളായിരുന്നു. ഓരോരോ സന്ദർഭങ്ങളിലും ഞാൻ പഠിച്ചു മനസ്സിലാക്കി വരുന്നതിനനുസരിച്ച് ഞാൻ മാറാൻ തയ്യാറെടുക്കുകയായിരുന്നു. ആ മാറ്റം ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ വന്നു. പിന്നീട് ഖുർആനിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഞാനൊരു യുക്തിവാദിയായത്? അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഒരു മതവിശ്വാസിയാകാതിരുന്നത്? തുടർന്നും മരണം വരേക്കും ഒരു മതവിശ്വാസിയായി തന്നെ പഠിക്കണമല്ലോ. അപ്പോൾ ചില ഖുർആൻ വാചകങ്ങൾ എൻ്റെ മനസ്സിൽ ഉടക്കുകയുണ്ടായി. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സന്മാർഗം നൽകുക എന്നത് പടച്ച റബ്ബിൻ്റെ ബാധ്യതയാണത്രേ. അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് ഒരാൾക്ക് സന്മാർഗം നൽകുക എന്നത്. അപ്പോൾ അള്ളാഹു 2 മാർഗങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു മനുഷ്യന്. അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ എന്ന ഖുർആൻ പറയുന്നത്. മനുഷ്യന് കണ്ണും നാവും ചുണ്ടും ഒക്കെ നൽകിയിട്ടുണ്ട്, അവന് 2 മാർഗങ്ങളും നൽകി. എന്തിനാണ് സർവലോക സൃഷ്ടാവായ കാരുണ്യവാനായ റബ്ബ് 2 മാർഗങ്ങൾ എന്തിനു നൽകണം? അതിലൊന്ന് നല്ലതും ഒന്ന് ചീത്തയും. എങ്ങനെയാണ് മറ്റുള്ളവർ മതവിശ്വാസം എന്ന മാർഗം, സന്മാർഗം തിരഞ്ഞെടുത്തപ്പോൾ എങ്ങനെയാണ് ഞാൻ ദുർമാർഗത്തിലേക്ക് പോയത് എന്നതിലേക്കായി പിന്നീട് എൻ്റെ ഗവേഷണം. അപ്പോൾ ഒരു പെണ്ണായിരുന്നത് കൊണ്ടാണോ അതോ ഒരു യുക്തിവാദി ആയിരുന്നത് കൊണ്ടാണോ വധഭീഷണികൾ, തെറിവിളികൾ, ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നത്? എന്നെ ആ ദുർമാർഗത്തിലേക്ക് പോകാൻ ആരാണ് പ്രേരിപ്പിച്ചത്? ഇതിനിടയിൽ ചില സ്വതന്ത്ര ചിന്തകരായ സുഹൃത്തുക്കൾ എന്നോട് സൗഹൃദം കാണിച്ച് ഒപ്പം കൂടി. അവർ പല വിഷയത്തിലും നമ്മളോട് സഹകരിക്കുമെങ്കിലും അവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ വേറെയാണ്. ഒരു സമയത്ത് നമ്മളോട് നല്ലത് പറയുകയും നമ്മളോട് അടുത്തുകൂടുകയും ചെയ്യും. ലേബൽ എന്താണ്? ഞാനൊരു സ്വതന്ത്ര ചിന്തകനാണ് എന്നാണ്. എന്നാൽ വ്യക്തിജീവിതത്തിൻ്റെ ഒരു മേഖലയിലും സ്വതന്ത്ര ചിന്തയുടെ ബാലപാഠം പോലും പ്രാവർത്തികമാക്കാത്ത ചില യുക്തിവാദി സുഹൃത്തുക്കളും ഇതിനിടയിൽ എന്നോടൊപ്പം കൂടി. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ എന്നിൽ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ എതിർഭാഗത്ത് പോയി അനാവശ്യങ്ങൾ പറഞ്ഞ് പടച്ചുവിടാൻ തുടങ്ങി. ഒരുപാട് അനാവശ്യങ്ങൾ, ഇല്ലാ കഥകൾ പറഞ്ഞു വിട്ടു. ഞാൻ അതിനെ ഒന്നും ചെവി കൊടുക്കാതായപ്പോൾ
അതേതാണ്ട് അതിൻ്റെ വഴിക്ക് പോകുന്നു. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല, കാരണം അതിനേക്കാൾ വലിയ വലിയ പ്രശ്നങ്ങൾ എൻ്റെ തലയിലുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ പിന്നാലെ പോകാൻ എന്തായാലും എനിക്ക് പറ്റില്ല എന്നായപ്പോൾ ഏതാണ്ട് അവർ അവിടെ നിർത്തി. കാരണം അവരുടെ പരാജയമാണത്. ഞാൻ വീണ്ടും ചെറിയ വേദികളിൽ നിന്നും വലിയ വേദികളിലേക്കും അവിടെ നിന്നും അതിനേക്കാൾ വലിയ വേദികളിലേക്കും ഞാൻ പോയിക്കൊണ്ടേയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു. അപ്പോൾ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണാണെങ്കിൽ, പ്രത്യേകിച്ച് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ, അവർ ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ ഏരിയകൾ മാത്രമായിരിക്കണം. അവർക്കൊരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യത്തിലൂടെ ആയിരിക്കണം അവർ മുന്നോട്ട് പോകേണ്ടത്. അതിനിടയ്ക്ക് പലതും വരും, പലരും വരും, പല ചക്രവർത്തമാനങ്ങളും പറയും, പല ലക്ഷ്യങ്ങളും ഉണ്ടാകും അവർക്ക്. അതിനെ വളരെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നതുപോലെ വളരെ ജാഗ്രതയോടുകൂടി അവരുടെ ലക്ഷ്യങ്ങളെ മനസ്സിലാക്കണം. കാരണം ഇന്ന് നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ ഇന്നലത്തെ നമ്മുടെ മിത്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മിത്രങ്ങൾ നാളത്തെ ശത്രുക്കളായിരിക്കാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവരെ ഒരു അല്പം ഒന്ന് ഡിസ്റ്റൻസ് ആയി തന്നെ നിർത്തണം എന്നുള്ളതാണ് ചെറിയൊരു റിക്വസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ മാർഗം ഇടുങ്ങിപ്പോയത്? എന്തുകൊണ്ടാണ് എനിക്ക് ദുർമാർഗമായി പോയത്? ഞാൻ എന്തുകൊണ്ടാണ് നരകത്തിൻ്റെ വിറകുകൊള്ളിയായി മാറിയത്? എങ്ങനെയാണ് ഞാൻ ഈ രൂപത്തിൽ ഇസ്ലാം മത വിമർശകയായി മാറിയത് എന്നത് ഞാൻ ഖുർആനിലൂടെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ ഖുർആൻ വാചകങ്ങളിലേക്ക് നമുക്ക് ഒന്നെത്തി നോക്കാം. എന്തെങ്കിലും ഒരു ഖുർആൻ വാചകം പറയുമ്പോഴേക്ക് ഞാൻ അടർത്തി മാറ്റി, മുറിച്ചു മാറ്റി എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ഒന്നും മുറിച്ചു മാറ്റാതെ, സന്ദർഭങ്ങളിൽ നിന്നും ഒന്നും അടർത്തിയെടുക്കാതെ ഞാനൊരു ഖുർആൻ വാചകം, ഒരു ഖുർആൻ അധ്യായം ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. സൂറത്തുൽ ലൈൽ, അതായത് രാത്രി എന്ന ഒരു അധ്യായമാണിത്. രാത്രി എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. 92-ാം അധ്യായമാണ്. 1. രാവിനെ തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. നമ്മൾ സാധാരണ സത്യം ചെയ്യുന്നത് നമ്മളെക്കാൾ ഉയർന്ന മൂല്യമുള്ള ഒരു വസ്തുവിനെ കൊണ്ട്, അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൊണ്ടാണ് നമ്മൾ സത്യം ചെയ്യുക. അപ്പോൾ അള്ളാഹുവിനേക്കാൾ വലുതാണോ അള്ളാഹു സത്യം ചെയ്യുന്ന രാത്രി? ഇത് വലിയ ഒരു വിഷയമായതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. നമ്മൾ ആരെങ്കിലും ഫോണ് തന്നെയാണ് സത്യം എന്ന് പറയാറുണ്ടോ? നമ്മളെക്കാൾ മൂല്യം കൽപ്പിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ അള്ളാഹു, അതല്ലെങ്കിൽ റസൂല്, അതല്ലെങ്കിൽ ഏതെങ്കിലും പള്ളികൾ, ഇങ്ങനെയൊക്കെ നമ്മൾ സത്യം ചെയ്യാറുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നു, അള്ളാഹുവിനേക്കാൾ അള്ളാഹു മൂല്യം കൽപ്പിക്കുന്ന അത്തിപ്പഴവും ഒലീവും ഒക്കെ ഉണ്ട്. അതിനെ കൊണ്ടൊക്കെ അള്ളാഹു പലപ്പോഴും സത്യം ചെയ്യുന്നത് നമുക്ക് ഖുർആനിലൂടെ കാണാൻ സാധിക്കും. അത് പോട്ടെ, അത് ഞാനിവിടെ വിഷയമാക്കി എടുക്കുന്നില്ല. അടുത്തത്, വന്നഹാരി ഇദാ തജല്ല, പകലിനെ തന്നെയാണ് സത്യം, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. ആദ്യം വല്ലൈലി ഇദാ യഗ്ഷ എന്ന് പറഞ്ഞു. ആദ്യം രാത്രിയെ കൊണ്ട് സത്യം ചെയ്തു, പിന്നെ പകലിനെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. അപ്പോഴും നമുക്കിവിടെ അതേ ചോദ്യം തന്നെയാണ് ആവർത്തിക്കപ്പെടേണ്ടത്. അള്ളാഹു ആണോ വലുത്, അതോ പകലാണോ വലുത്? അള്ളാഹു ആണ് ഈ സത്യം ചെയ്യുന്നത് എന്നുകൂടി ഓർക്കണം. ഇനി വമാ ഖലഖ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതി തന്നെയാണ് സത്യം. ഇവിടെയും ആദ്യത്തെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഇനി ഇന്ന സഅയകും ലശത്ത, തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം വിഭിന്ന രൂപത്തിലുള്ളതാകുന്നു. അതായത് ഓരോ മനുഷ്യനും ഓരോന്നിനു വേണ്ടി പരിശ്രമിക്കുന്നത് വ്യത്യസ്ത രൂപത്തിലുള്ളതാകുന്നു എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പടച്ചോൻ പറഞ്ഞാലേ അറിയത്തുള്ളായിരുന്നു എന്നുള്ളതും ചോദ്യം. പോട്ടെ. എന്നാൽ ഏതൊരാൾ ദാനം നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും വസ്വദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായി ഇതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ, അവനു നാം, അറബി വായിക്കണ്ടല്ലോ അല്ലേ, അവനു നാം ഏറ്റവും എളുപ്പമായി ഇതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. കാര്യം മനസ്സിലായോ? രാത്രി പകല് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതി, നിങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ അത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് നിങ്ങളുടെ പരിശ്രമം വിഭിന്ന രൂപത്തിലാകുന്നു. ഇത് പറയാൻ ഇത്രയും സത്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്തോ വലിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് വരുവാണെന്നാണ് നമ്മുടെ വിചാരം. പോട്ടെ. എന്നാൽ ഏതൊരാൾ ദാനം നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നുവോ അവന് നാം എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്.
ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ? എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ആര് പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത നടിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തുവോ അവനു നാം ഞെരുക്കമുള്ളതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവൻ്റെ ധനം അവന് പ്രയോജനപ്പെടുന്നതല്ല. തീർച്ചയായും മാർഗദർശനം നമ്മുടെ ബാധ്യതയാകുന്നു. ഇത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാര്യം മനസ്സിലായല്ലോ? മാർഗദർശനം നമ്മുടെ ബാധ്യതയാകുന്നു എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന് മാർഗം കാണിച്ചു കൊടുക്കൽ, അത് നല്ല മാർഗമാകട്ടെ ചീത്ത മാർഗമാകട്ടെ. രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ചീത്ത മാർഗം കാണിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ, നല്ല മാർഗമല്ലേ കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ പടച്ച റബ്ബ് ചീത്ത മാർഗം കാണിച്ചു കൊടുത്താൽ ആ റബ്ബ് പോരാത്തവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. അപ്പോൾ ഈ മാർഗദർശനം കാണിച്ചു തരേണ്ടുന്ന റബ്ബ് എന്തുകൊണ്ടാണ് എന്നെ യുക്തിവാദിയാക്കിയത്? എൻ്റെ യുക്തിവാദത്തിൻ്റെ മാർഗം അള്ളാഹു അറിഞ്ഞാണോ ചെയ്തത്, അറിയാതെയാണോ ചെയ്തത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. തീർച്ചയായും നമുക്കുള്ളതാകുന്നു പരലോകവും ഇഹലോകവും. അല്ല, എൻ്റെ ഇടയ്ക്ക് ഓർമ്മയുണ്ടല്ലേ? അല്ല, അത് തന്നെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് മാർഗം കാണിച്ചു തരൽ. നമുക്കുള്ളതാകുന്നു ഇഹലോകവും പരലോകവും. പടച്ചോൻ അങ്ങ് എടുത്തോ. അതിനാൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത് പരസ്പര വിരുദ്ധമായ വാചകങ്ങളെന്ന്. അതായത് ഇവിടെ പറഞ്ഞത് എന്താണ്? തീർച്ചയായും മാർഗദർശനം അതെന്തായാലും നല്ലത് തന്നെ ആയിരിക്കുമല്ലോ, അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞിട്ട് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് എന്തിനാണ്? കാരണം അള്ളാഹു നല്ല മാർഗത്തിലേക്കാണ് നമുക്ക് ദർശനം നൽകുന്നതെങ്കിൽ നമ്മൾ നല്ലതല്ലേ ആകൂ. പിന്നീട് ഈ ഒരു ഭീഷണിയുടെ ആവശ്യം ഇവിടെ ഉണ്ടോ? ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നി എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ പേടിപ്പിക്കലല്ലേ? ഇതേതാണ്ട് 6-ാം നൂറ്റാണ്ടിലുള്ള ആൾക്കാരുടെ ബുദ്ധി വെച്ചിട്ടല്ലേ പടച്ചോൻ ഇങ്ങനെ ചെയ്തത്? ഇനിയും ഏറ്റവും ദുഷ്ടനായ വ്യക്തിയല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല. അങ്ങനെ പ്രവേശിപ്പിക്കുന്നത് ആരാണ്? പടച്ചോനെ. പടച്ചോൻ മാർഗദർശനം നൽകിയെങ്കിൽ അങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ. പടച്ചോൻ നല്ലതിലേക്ക് മാർഗദർശനം നൽകാത്തത് കൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്നത്. നിഷേധിച്ചു തള്ളുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്യുന്ന വ്യക്തി, ഈ നിഷേധിച്ചു തള്ളുകയാണെങ്കിലും പിന്തിരിയലാണെങ്കിലും ഇത് രണ്ടും സംഭവിക്കണമെങ്കിൽ ഇത് അള്ളാഹു അറിയാതെ സംഭവിക്കുമോ? അപ്പോൾ ഏറ്റവും സൂക്ഷ്മതയുള്ള വ്യക്തി അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നതാണ്. ഏറ്റവും സൂക്ഷ്മത ഉണ്ടാകണമെങ്കിൽ അത് അള്ളാഹു വിചാരിക്കണ്ടേ? പരിശുദ്ധി നേടുവാനായി തൻ്റെ ധനം നൽകുന്ന വ്യക്തി. അപ്പോൾ പണമുള്ളവനൊക്കെ പരിശുദ്ധി നേടാൻ സാധിക്കുമെന്നാണോ? പണം കൊടുത്ത് പരിശുദ്ധിയെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുമെന്നാണോ? ഒന്നും അറിയില്ല. പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ യാതൊരു അനുഗ്രഹവും അവൻ്റെ പക്കൽ ഒരാൾക്കുമില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. അതായത് നമ്മളൊന്ന് ചെയ്താൽ അതിന് പകരമായിട്ട് അള്ളാഹു വേറൊന്ന് നൽകണം. ആ രൂപത്തിലുള്ള ഒരു അനുഗ്രഹവും അവൻ്റെ പക്കൽ, അതായത് അള്ളാഹുവിൻ്റെ പക്കൽ ഒരാൾക്കും ഇല്ല എന്ന്. തൻ്റെ അത്യുന്നതനായ രക്ഷിതാവിൻ്റെ പ്രീതി തേടുക എന്നുള്ളതല്ല, അള്ളാഹു തന്നെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതാണ് ഈ വാചകങ്ങൾ. ഇനിയും വഴിയെ അവൻ തൃപ്തിപ്പെടുന്നതാണ്. എന്താണ് പടച്ചോൻ ഉദ്ദേശിച്ചത്? ഈ ഒരു 6-7 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളോടൊരു അധ്യായം മുഴുവനും പറഞ്ഞു തന്നു. ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്കെന്തു മനസ്സിലായി? ഇതുപോലെ തന്നെയാണല്ലോ ഏതൊരു വ്യക്തിയും വായിക്കുന്നതും പഠിക്കുന്നതും. മുസ്ലിം ആകട്ടെ, വിശ്വാസിയാകട്ടെ, അമുസ്ലിം ആകട്ടെ, അവിശ്വാസിയാകട്ടെ, ആരും പഠിക്കണത് ഇങ്ങനെ തന്നെയാണല്ലോ. ഇതെന്താണ്? തൻ്റെ അത്യുന്നതനായ രക്ഷിതാവിൻ്റെ പ്രീതി നേടണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രീതി തേടുക, പ്രീതി ചോദിക്കണം എന്നാ. അപ്പോൾ അത് നേടണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം, ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം. ഇതൊക്കെയാണ് ഞാൻ ഒരുപാട് ചിന്തിച്ച വിഷയങ്ങൾ. എന്നെ ഈ രൂപത്തിലേക്ക് മാർഗദർശനം നൽകിയത് പടച്ചവനല്ലേ? അല്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് കഴിയുമോ? ഈ അധ്യായവും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നാലും ഇതിൻ്റെ 26-ാമത്തെ വാചകം നോക്കുക. 26 നോക്കുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ മുകളിലുള്ള 1-2 വാചകങ്ങൾ കൂടി നോക്കാം. പക്ഷേ വല്ലവനും ഇവിടെ മുതൽ നോക്കാം. അതിനാൽ 21 മുതൽ, അതിനാൽ നബിയെ നീ ഉത്ബോധിപ്പിക്കുക. നീ ഒരു ഉത്ബോധകൻ മാത്രം. അതായത് നീ അവർക്ക്
താക്കീത് നൽക്. നീ വെറുമൊരു താക്കീതുകാരൻ മാത്രമാണ്. നീ അങ്ങനെ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രം മതി. അള്ളാഹുവിനെ എപ്പോഴും പാടി പുകഴ്ത്തണം. അള്ളാഹുവിന് പുകഴ്ത്തലുകളാണ് ഏറെ ഇഷ്ടം. അള്ളാഹു പരിശുദ്ധനാണ് പരിശുദ്ധനാണ് പരിശുദ്ധനാണെന്ന് ഓരോ നമസ്കാര വേളകളിലും 33 തവണ വീതം ഇങ്ങനെ പറയണം. തസ്ബി ചൊല്ലൂലേ, മാല, അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹു പരിശുദ്ധനാണ് അള്ളാഹു പരിശുദ്ധനാണ് അള്ളാഹു പരിശുദ്ധനാണ് ഇങ്ങനെ വാഴ്ത്തണം. അൽഹംദുലില്ലാ 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 അല്ലാഹുവിനാണ് സർവ്വസ്തുതി അല്ലാഹുവിനാണ് സർവ്വസ്തുതി അല്ലാഹുവിനാണ് സർവ്വസ്തുതി 33 തവണ പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറയണം. അല്ലാഹു അക്ബർ അല്ലാഹു ഏറ്റവും വലിയവനാണ് എന്നിങ്ങനെ തസ്ബി ചൊല്ലിക്കൊണ്ടിരിക്കണം. ഓരോ നമസ്കാര വേളകളിലും 33 തവണ വീതം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത് കേൾക്കുമ്പോൾ അള്ളാഹുവിന് വല്ലാത്തൊരു സന്തോഷം തോന്നും. അതോടുകൂടി അള്ളാഹു നമ്മളിൽ സംപ്രീതനാകും. അങ്ങനെ നമുക്ക് കൂടുതൽ പുണ്യം കിട്ടും എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇങ്ങനെയാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ അടുത്തത് 22, നീ അവരുടെ മേൽ അധികാരം ചെലുത്തേണ്ടവനല്ല. പറഞ്ഞല്ലോ, മുഹമ്മദ് നബിയോട് പറയാണ്, നബി നീ അവരോട് ഒരുപാട് അധികാരമൊന്നും ചെലുത്തേണ്ട, പറയേണ്ട കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രം മതി. പക്ഷേ വല്ലവനും തിരിഞ്ഞു കളയുന്ന പക്ഷം, അവിശ്വസിക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹു അവനെ ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷിക്കുന്നതാണ്. നീ പറഞ്ഞു കൊടുത്തോ, നിന്നെ അവർ വിശ്വസിച്ചിട്ടില്ല, നിന്നിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുകയാണെങ്കിൽ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ അവനങ്ങ് ശിക്ഷ കൊടുത്തോളാം, അത് നീ അവരോടങ്ങ് പറ. കാരണം ഇത് മുഹമ്മദ് നബി നമുക്ക് പറഞ്ഞു തരുവാണല്ലോ. തീർച്ചയായും അവൻ്റെ അടുത്തേക്ക് നമ്മുടെ അടുത്തേക്കാണ് അവരുടെ മടക്കുന്നത്. എന്നിട്ട് പറ, നീങ്ങി വരും കേട്ടോടാ, നീങ്ങി വരും, അപ്പം നിനക്ക് ഞാൻ ശരിയാക്കി തരാമെന്നും കൂടെ ഞാനങ്ങ് പറയുന്നുണ്ട്. അത് നീ അവർക്കങ്ങ് പറഞ്ഞു കൊടുക്കുക, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്നിട്ട് ലാസ്റ്റ് വാചകമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നീട് തീർച്ചയായും നമ്മുടെ ബാധ്യതയാണ് അവരുടെ വിചാരണ. ഇത് ഏത് തരത്തിലുള്ള പടച്ചോനാ? സന്മാർഗം അല്ലാഹുവിൻ്റെ ബാധ്യതയാണെന്ന് ഒരിക്കൽ പറഞ്ഞു. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർഗം കാണിച്ചു കൊടുക്കൽ, മാർഗദർശി, വഴികാട്ടി അള്ളാഹുവാണ്. അള്ളാഹു തെറ്റായ മാർഗം കാണിച്ചു തന്നതുകൊണ്ടാണ് ഞാനൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള തെറ്റായ മാർഗമാണ് യുക്തിവാദമെങ്കിൽ അതിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അള്ളാഹു സന്മാർഗം കാണിക്കേണ്ടതിന് പകരം ദുർമാർഗം കാണിച്ചു തന്നിട്ട് പിന്നീട് വിചാരണ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? ഇതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് ഖുർആൻ വാചകങ്ങൾ സാന്ദർഭികമായി എനിക്ക് നിങ്ങളെ കാണിക്കാനുമുണ്ട്. അള്ളാഹുവാണ് സന്മാർഗം നൽകേണ്ടതെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ദുർമാർഗിയായി പോയത്? എന്തുകൊണ്ടാണ് എനിക്ക് അള്ളാഹു സന്മാർഗം നൽകാതിരുന്നത്? എന്തുകൊണ്ടാണ് എന്നോട് അള്ളാഹു നീതി കാണിക്കാതിരുന്നത്? അപ്പോൾ എനിക്ക് ഈ ഹദീസുകളിലെ ഉള്ള പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായി, ഖുർആനിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായി. ഞാനത് തുറന്നു പറഞ്ഞ ഉടനെ തന്നെ, തുറന്ന് പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ എന്നെ മാറ്റി ചിന്തിപ്പിക്കാൻ കഴിവുള്ളവനായിരുന്നില്ലേ റബ്ബ് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതെല്ലാം അള്ളാഹു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ, പിന്നെ എങ്ങനെയാണ് പടച്ചോൻ എന്നെ ശിക്ഷിക്കാൻ സാധിക്കുക? അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്, നരകത്തിൻ്റെ വിറകുകൊള്ളിയാണെങ്കിൽ ഞാനും ഉണ്ടാകും മുന്നിൽ. പക്ഷേ അങ്ങനെ ഒരു രക്ഷിതാവ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നെ നരകത്തിലിട്ട് അങ്ങനെ തീ കത്തിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പറ്റുമെങ്കിൽ അതും ഞാൻ ആസ്വദിക്കാൻ തയ്യാറാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. നന്ദി.